അഴകേ നിന്നിരി മണ്ണി കുളിരിൽ തൂവരുതേ. ആ മാർക്ക് ലിസ്റ്റ് എടുത്തു നോക്കിയതും അതില് ഫുള്ള് കുരിശ് കുരിശ. ഞാൻ ഇങ്ങനെ പേടിച്ച് എന്റെ ചുണ്ട് സംരക്ഷിക്കാൻ മാസ്ക് ഇട്ടതാണ്. ഹലോ ഹലോ ചീഞ്ഞമത്തി ചെയ്യാത്ത കോമഡി, ചീഞ്ഞമത്തി ചെയ്യാത്ത കോമഡി. വേണോ? നല്ല പെടക്കണ മീനുണ്ട്, നല്ല പെടക്കണ കോമഡി ഉണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയണത്? എന്ത് പെടക്കണ കോമഡിയാ? ആ പെടക്കണ കോമഡി എന്ന് പറയുമ്പോണ്ടല്ല, ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം കോമഡി എന്ന് പറയുമ്പോ എന്റെ നെഞ്ചാണ് പെടക്കണത്. അത് മാത്തു, നല്ല മീനും വിൽക്കാം, നല്ല കോമഡിയും വിൽക്കാം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാൽ നമുക്ക് റെഡി. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമുകളെ ആദ്യം കൂടെ വിളിക്ക്, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക്. നമുക്ക് ആദ്യം വിളിക്കാം ടീം അമരം. അവരിപ്പം മധുരരാജാക്കന്മാരാണ്. എന്നാ ഒരു വരട്ടെ. എന്നാ വരുന്നു മധുരരാജാക്കന്മാര്, ടീം അമരം. ഇത് ഭയങ്കര അടിപൊളിയാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു ടീമിനെയല്ലേ വിളിച്ചത്, എന്നിട്ട് ഈ രണ്ട് ടീമുകളും മാത്രമാണല്ലോ വന്നിട്ടുണ്ട്. അതെ, എല്ലാവരും വരും. അവരൊക്കെ കടലൊക്കെ ആയിട്ട് മല്ലടിക്കാൻ പോയിരിക്കണേണ്. മല്ലടിക്കാനാ? അവരെന്താണ് റെസ്ലിംഗ് കോമ്പറ്റീഷനാണോ പോയിരിക്കണത്? കടലിൽ പോയി മീൻ പിടിക്കണ അത്ര ചെറിയ കാര്യമല്ല ബ്രോ. എന്നിട്ട് നീ മാത്രം എന്താണ് പോവാണ്ടിരുന്നത്? പിന്നെ ഞാൻ ഇന്നലെ രാത്രി പോയിട്ട് വന്നതാണ്, അതല്ല ഇപ്പൊ എന്ന് ഞാൻ ഫ്രീ ആയിട്ടിരിക്കണം. ആണോ നിന്റെ കണ്ണിൽ ഇത്ര ഉറക്കച്ചടവ്? ഞാൻ കരുതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ തുറയില് സ്പീഡ് ബോട്ടുള്ള ഒരേ ഒരാളാണ്. അതാണ്. ഓ, നീ ഭയങ്കര സ്പീഡിന്റെ ആളാണല്ലേ. അതിന്റെ ഒരു ഇത് കാണാനില്ലേ? പച്ചപ്പും പുഷ്ടിമയൊക്കെ ഇല്ലേ? ഒരു പച്ചപ്പുണ്ട്. പുഷ്ടിമയുടെ കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അത് ഈ തുറയിലെ വേറെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല പരിചയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അങ്ങനെ ആവട്ടെ. മാത്തു, ഈ ടീം അമരം എന്നൊക്കെ പറയുമ്പോഴേ അച്ചും മുത്തും ഒക്കെ വേണ്ടേ? എവിടെയാണ് അപ്പനും മുത്തും? ഒന്നും പറയണ്ട, SSLCയുടെ റിസൾട്ട് വന്ന് അപ്പനും മുത്തും കൂടെ കടാപ്പുറം 4 കടാപ്പുറമായിട്ട് തുള്ളിക്കളിക്കണേണ്. എന്നിട്ട് മുത്ത് എവിടെയാണ്? അതിന് നീ 10ാം ക്ലാസ് പാസ്സായതല്ലേ, പിന്നെ എഴുതിയാ? ഞാനല്ല, പിന്നെ എന്റെ അപ്പൻ. ഞാൻ 10 പാസ്സായി അന്ന് മുതൽ അപ്പന് ഈഗോ അടിച്ച് കുത്തിയിരുന്ന് പഠിച്ച് ഇപ്പതാ റിസൾട്ട് വന്ന് പാസ്സായി. ഇപ്പൊ റിസൾട്ട് വന്നപ്പോ ഈ പ്രാവശ്യം എല്ലാവരും പാസ്സായില്ല, ആ കൂട്ടത്തിൽ ഇവളുടെ അപ്പനും പാസ്സായി. അതാണ് സംഭവിച്ചത്. എന്നിട്ട് അപ്പൻ എവിടെയാണ്? കിടക്കണ് ജസ്റ്റ് പാസ് പ്രതീക്ഷ അപ്പന് ഫുൾ A+. അപ്പൻ തന്നെ കളാപ്പുറത്ത് ബോധം കെട്ടു വേഗുച്ചേട്ടൻ താമസിച്ച് കൊണ്ടുവരുന്നു. ചുമ്മാ വീശിക്കൂട് കേട്ടാ, പാവം പേർത്ത് നിൽക്കാനാണ്. ഇതെന്ത് പുകിലാണത്? എന്ത് പോയിലാണെന്നാ? SSLC റിസൾട്ട് വന്ന് റിസൾട്ട് എടുത്ത് നോക്കിയത് മാമൻ ബോധം കെട്ട് വീണേട്ടാ. അതെന്ത്? എന്തെന്നാ ആ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയതും അതില് ഫുള്ള് കുരിശ് കുരിശാ? കുരിശ് കഴിഞ്ഞിട്ട് ഇതെങ്ങനാ കുരിശ്? എടാത് കുരിശല്ല, പോസിറ്റീവ്. എന്നാ പോസിറ്റീവ്? പോസിറ്റീവ് അല്ല മനുഷ്യ, അതിന്റെ പേരാണ് A+. നിങ്ങൾക്കൊക്കെ പ്ലസ്, ഞങ്ങൾക്കൊക്കെ അത് കുരിശാണ്. എന്ത് ചെയ്യാൻ പറ്റുന്ന? പാവം മാമൻ ഞെട്ടി ബോധം കെട്ട് വീണു. അല്ല, അച്ചൂട്ടി ഈ വിജയം പ്രതീക്ഷിച്ചാണ്. പിന്നെ എവിടുന്ന് പ്രതീക്ഷിക്കാൻ? ഇപ്പൊ ഈ പരീക്ഷ നടന്ന സ്കൂളിലായിരുന്നു ദുരിതാശ്വാസ
ദുരിതാശ്വാസ ഇത് വല്ലാത്ത ദുരിതമായല്ല ആ ക്യാമ്പ്. അവിടെ വെറുതെ 2 ദിവസം പോയി കിടന്നേ ഉള്ളൂ. മാമനും ജയിച്ചു ഫുള്ള് കുരിശില്. ഇതെന്ത് മറിമായോണ്. എടാ മറിമായല്ല, ഇത് റോക്ക് ആൻഡ് റോളാണ്. അച്ചൂട്ടി നോക്കട്ടെ. മാത്തുക്കുട്ടി, ഇത് ഫുള്ള് A+ ആണ്. ദാ നോക്ക്. അല്ല, എന്താണ് അച്ചൂട്ടിയുടെ ഭാവി പരിപാടി? ഇതുപോലെ ഓൺലൈൻ പരീക്ഷയാണെങ്കിൽ അച്ചൂട്ടി ഡോക്ടറാകും. അച്ചൂട്ടി MBBS. എന്നിട്ട് വണ്ടിയും വെള്ളവും ചെല്ലാത്തടത്ത് ഓടി നടന്ന് കയറണ ഡോക്ടർ. അതാണ് എന്റെ മുത്തു ഡോക്ടറായില്ലല്ലോ. എന്റെ അപ്പൻ ഡോക്ടർ. അപ്പ മുത്ത് അതെ 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 ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇമോഷണൽ കളിക്കാതെ അവിടെ പോയി ഇരിക്കും. നമുക്ക് മത്സരം തുടങ്ങാനുള്ളതാണ്. രണ്ടുപേരും അവിടെ എങ്ങനെ ഇരുന്നേ. ഒരു A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഇമോഷണലാണിത്. അതെ, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാനാണ് മാമനെ കൊണ്ടുവന്നത്. മാമൻ പോയപ്പോ എന്നെ കൊണ്ടുപോയില്ല. ഇവിടെ ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. നീ അവിടെ പോയി. നീ എന്തിനാണ് കറിയണത്? സീൻ ഇമോഷണലാണ്. എന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വേണം. സർട്ടിഫിക്കറ്റ് അല്ല മാമ, സർട്ടിഫിക്കറ്റ്. മേടിച്ചിട്ട് വേണം. ഇങ്ങോട്ടൊരു സർട്ടിഫിക്കറ്റ്. അയ്യോ, ഇത് മൊത്തം കുരിച്ചാണല്ലോ. ഇതെന്തോന്ന് സെമിത്തേരിയാ? ഇങ്ങോട്ട് വാ. എന്നാ മാമ മാമന്റെ സെമിത്തേരി. മുത്ത് ഞാൻ മുത്തല്ലല്ലോ പറയുമ്പോ. അപ്പം പൊളി. കല്ലു, മാത്തു, ഇവരുടെ ഇമോഷൻസും ഡ്രാമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും കടപ്പുറം കണ്ടുപിടിച്ചത് ഇവരാണെന്ന്. അതെ. പക്ഷേ ഉണ്ടല്ല, ഇവരെക്കാളും പഴക്കമുള്ള കടപ്പുറംകാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. എന്നാ പിന്നെ അവരെ നമുക്ക് വിളിച്ചാലാ? അവരെ വിളിക്കാം. നിങ്ങൾ ആ മരത്തിരിക്കുന്നതിന് മുമ്പ് ചെമ്മീൻ കണ്ട ആൾക്കാരാണ് അവര്. പിന്നെ അത് പറഞ്ഞാ ഞങ്ങൾ അങ്ങ് പേടിക്കും. അതെന്താണ് ചെമ്മീനെ നിനക്ക് പേടിയില്ല? ഇല്ലെങ്കിൽ ചട്ടിയോളം. അതാണ് അവള് കൗണ്ടറൊക്കെ അടിച്ചു തുടങ്ങിയ. അവര് കടല് കണ്ടിട്ടാ വിളിക്ക് കാണട്ടെ. അപ്പൊ നമുക്ക് വിളിക്കാൻ മാത്തു. കേരളം കണ്ട ആദ്യത്തെ കടലിന്റെ മക്കളാണ്. ആ വേറെ മക്കളല്ല, തകഴിയുടെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ വിളിച്ചാലാ? അപ്പൊ ചെമ്മീൻ മക്കളെ വിളിക്കാം. കടപ്പുറത്ത് എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മണം തെളിഞ്ഞ്. എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മണം തെളിഞ്ഞ്. കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്ന സാഗര സാഗര സാഗര. കൊള്ളാല്ല. ഇവരാണ് കൂടുതൽ പഴയതെന്ന് പറഞ്ഞിട്ട് ഇവരെ കണ്ടാലാണല്ല കൂടുതൽ പുതിയതായിട്ട് തോന്നുന്നത്. അത് മാത്രല്ല, സിനിമാറ്റിക് ഡാൻസ് ഒക്കെ എന്തൊരു ഡാൻസ് ആയിരുന്നു. നീ ആ പങ്കായം വെച്ചിട്ട് എന്തൊരു കാണിപ്പായിരുന്നു. ആട്ടം കൊള്ളാല്ലേ? പൊളിച്ച്. നിനക്ക് പങ്കായം പിടിക്കാൻ അറിയാമാടാ. അമ്മേ, ഇങ്ങനാണാടാ പങ്കായം പിടിക്കണത്? പിന്നെ ഐസ്ക്രീമാണാടാ അത് തോണ്ടണത്. ഇയാളൊന്നും മിണ്ടാതിരിക്കട്ടെ. എന്റെ മാമന്റെ അടുത്ത് വെറുതെ സംസാരിക്കാൻ വന്നോണ്ടല്ലേ. എന്നെ ഞാൻ പങ്കായത്തിനടിക്കും. പോടാ. ഇയാളെ കൗണ്ടർ അടിയേക്കാളും നല്ലത് ഇയാളെ പങ്കായത്തിലടിയാണ്. ഇവനൊക്കെയാണ് ഇത്ര ബിൽഡപ്പ് നിങ്ങൾ കൊടുത്തത്. പങ്കായം പോലും പിടിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ. നീ വിഴിഞ്ഞ കടപ്പുറത്തുനിന്ന് കല്യാണം കഴിച്ചു വന്നതാണല്ലേ? നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കാലിൽ 2 വോട്ട് കിടപ്പുണ്ടല്ല. എങ്ങനെ മനസ്സിലാക്കി? ഉണ്ണിയെ കണ്ടാലറിയാലോ ഊരിലെ പഞ്ഞ എന്താണെന്ന്. അങ്ങനെ എല്ലാം മനസ്സിലാവോ? പിന്നെ നിന്നെ കണ്ടറിയാം. എന്താന്നറിയാ, ഇവ കറക്റ്റ് ഇത് മറ്റേ കടപ്പുറത്തുനിന്ന് വന്ന പോലെയല്ലേ ഇരിക്കണത്. കിങ് ഫിഷറിന്റെ മറ്റേ കലണ്ടർ ഇല്ലേ? നിങ്ങൾ എന്തായാലും മൊത്തത്തിൽ കളറായിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നിങ്ങളിത് ചെമ്മീന്റെ ടീമാന്ന് പറഞ്ഞിട്ട് കൊഞ്ചിനെ കൊണ്ട് നിർത്തിയേക്കണ എന്തിനാണ്? അതെ, മഞ്ഞപ്പിത്തം ബാധിച്ചവരെ കണ്ണിലെല്ലാം മഞ്ഞയായിട്ട് കാണും. അയ്യോ, ഇതേത് വള്ളുപോലാണ് തുറയിലുള്ള ഏത് തൃശ്ശൂരാളാ? ഇതെവിടെയാണ്? ഏത് തുറ ഒന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വെളുത്ത വെള്ളങ്ങളുടെ ഇടയിൽ നമ്മുടെ കറുത്തമ്മ എവിടെ പോയി? കറുത്തമ്മ എവിടെ പോയി? പളനി. അവളവിടെ കൊച്ചു മുതലാളിയുടെ കൊഞ്ചിക്കുഴഞ്ഞ് നിക്കണ്ട്. അല്ല, കറുത്തമ്മ അവിടെ നിർത്തിയിട്ട് പളനിങ്ങി പോന്നോ? അത് പിന്നെ എനിക്കെന്റെ മണ്ണിന് വിശ്വാസമാണ്. അവൾ ആരുടെ കൂടെ പോയാലും അവള് വെളുപ്പിനെ വീട്ടിൽ വരും. എനിക്ക് ദോശ വിട്ട് തരും. എനിക്കത് മതി. അതെന്താണ് അങ്ങനെ? അത് പിന്നെ മരം കൊത്തിക്ക് മരം കൊത്തണമെന്നേ ഉള്ളൂ. മരം മുറിച്ചിടണമെന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അങ്ങാട് ചെന്നിരിക്കും. എന്നിട്ട് നമുക്ക് ആ മരം കൊത്തി അങ്ങോട്ട് വിളിക്കാൻ. മരം കൊത്തി പറന്ന് വരണം. ഒരു പാട്ട് കേൾക്കണുണ്ടല്ലോ. എന്നാ കറുത്തമ്മയുടെ എൻട്രി സോങ് ആയിരിക്കും. കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.
ആ കല്ലു മാത്തു ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിട്ടുണ്ടല്ലോ ആകെ സാമൂഹിക അകലം പാലിച്ച് മാസ്ക് വെച്ച് വന്നേക്കണ ഒറ്റ ആള് മാത്രമേ ഉള്ളൂ. അതാണ് കറുത്തമ്മ. കറുത്തമ്മയ്ക്ക് ഒരു കയ്യടി കൊടുത്തേ. കറുത്തമ്മ വേറെ ലെവലാണ് കേട്ടാ ഈ തുറയല്ലേ. അതെ, അവിടെ മൊത്തം കൂരിരുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങേരെ പേടിച്ച് എന്റെ ചുണ്ട് സംരക്ഷിക്കാൻ മാസ്ക് ഇട്ടതാണ്. വെറുതെ അല്ല ഞാൻ തപ്പി നോക്കിയിട്ട് ഒന്നും കിട്ടാത്തത്. കൊച്ചു ലൈറ്റ് ഓഫ് ചെയ്തത് തപ്പിത്തെറിഞ്ഞ് ബാക്കിയുള്ളവന്റെ ഊപ്പാട് വന്നു. കൊച്ചു മുതലാളി, കരുത്തമ്മ എടാ നാണമില്ലാടാ നിനക്ക്. ഓറക്കാരുടെ പേര് കളയാനായിട്ട് വല്ലവന്റെ ഭാര്യയും കൊണ്ടാണോ നീ നടക്കണത്? നിനക്കെന്താണ് ഇത്ര കലിപ്പുണ്ടടാ? അവളുടെ കെട്ടിയോനല്ലേ എവിടെ ഇരിക്കണേ? അവന് കുഴപ്പമില്ലല്ലോ. എടാ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. എന്റെ അഭിപ്രായത്തിൽ ഇയാൾക്കെന്തോ കുഴപ്പമുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്തു. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് സമയത്തിന് ദോശ കിട്ടണം, അതാണ്. അവന് ദോശ മസാല ദോശ കിട്ടിയ മതി. എന്താ നിന്റെ പേര്? പളനി. പളനിയല്ല, പഴങ്കഞ്ഞി. കരുത്തമ്മ, കൊച്ചു മുതലാളി, എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് കേട്ടാ. ഈ വെളുത്ത് സുന്ദരിയായിട്ടിരിക്കണ ഈ ചേച്ചിക്ക് ആരാണ് കറുത്തമ്മ എന്ന് പേരിട്ടത്? എന്റെ അപ്പൻ ചെമ്പൻ കുഞ്ഞ്. എന്റെ ആങ്ങള അല്പം കറുത്തിട്ടാണ്. അവൻ ഈഗോ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ അപ്പൻ എനിക്ക് കറുത്തമ്മാന്ന് പേരിട്ടു. ആ അത് കൊള്ളാല. അപ്പൊ ചെമ്പൻ കുഞ്ഞിന് വേറൊരു മൂത്ത മകനുണ്ടായിരുന്നല്ലേ? എന്താണ് ഈ ചെമ്പൻ കുഞ്ഞിന്റെ മൂത്ത മകന്റെ പേര്? ചെമ്പൻ വിനോദ്. അതെന്തായാലും നന്നായി കേട്ടാ. ഇല്ലെങ്കിൽ പുള്ളി ഈഗോ അടിച്ച് മരിച്ചേ. മിക്കവാറും അങ്കമാലി കടപ്പുറത്തുനിന്ന് 2 വണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഹലോ, സി കേരളത്തിന്റെ ഓഫീസാണാ? എനിക്ക് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തോട്ട് ഒരു ട്രെയിൻ ബുക്ക് ചെയ്യണം. ഞാനൊരു കാര്യം പറയാ, എന്തായാലും 2 പേരും പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കരുത്തമ്മ, കാര്യങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് അവരിയ്ക്കണ ഇരിപ്പ് കണ്ട ഹരികൃഷ്ണൻസ് സിനിമയിൽ നോട്ട ജൂഹി ചൗള ഇരിക്കൂലേ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണ പോലെ. അങ്ങനല്ല, കറുത്തമ്മ ഇപ്പൊ കേരളമാണ്. ഇപ്പൊ ഇടത്തോട്ട്, പിന്നെ പ്രതീക്ഷയേ ഉള്ളു വലത്തോട്ട്. അത് പക്ഷേ ഈ പളനി ഉണ്ടല്ലോ, ആ സ്ത്രീകളാണ് നല്ല ബഹുമാനമുള്ള ആളാണ്. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. നിയമം മൊത്തം പെണ്ണുങ്ങൾക്കാണ്. നമുക്ക് മാക്സിമം സ്ത്രീകളെ സഹായിക്കണം. അവരെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതെ, മനസ്സിലായി. ഇല വന്ന മുള്ളി വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാൽ മുള്ളിനാണ് കേട്. കൈയെടുക്കണ അവളുടെ മേത്തന്ന്. വേറൊന്നുമല്ല, ഞാനിന്ന് രാവിലെ ദോശ ചുട്ടു കൊടുത്തായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ദോശ തീറ്റി ഇത്ര കൂടുതലുണ്ട്. ഈ തുറയില് ദോശയും അപ്പവും തിന്നാൻ വേണ്ടിട്ട് ഇയാള് കറങ്ങി നടക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. വെറുതെ കേട്ടാ. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാ പോരെ, ഇത്ര ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടാ? ദോശ എന്താ? ഓക്കെ, ഇത് വെറും സംഭാഷണമാണോ ഒരു ക്ഷണമാണോ? എന്തായാലും നമുക്ക് അവനെ വിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്നത്തെ റോക്ക് ആൻഡ് റോളിന്റെ പരിപാടിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കക്ഷി വരുന്നുണ്ട്. ഒരു കാലഘട്ടം മുഴുവൻ ഈ കടാപ്പുറം ഇളക്കി മറിച്ച ഒരാളാണ്. അവന്റെ പേര് പറഞ്ഞാണ്ടല്ല ഇപ്പോഴും എന്തൊക്കെ കഥകളാണെന്ന് അറിയാവാ. ചിലര് രാഘവൻ എന്ന് വിളിക്കും, ചിലര് രഘു എന്ന് വിളിക്കും. പക്ഷേ ഉണ്ടല്ല, ഞങ്ങള് തുറക്കാരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മുഖത്ത് തീരെ ശോകമില്ലാത്ത അശോകൻ. തുറയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അത് ആ സ്വന്തം മുത്തുതാ ഇവിടെ ഇരിക്കുന്നു. അയ്യോ അത് ഞാൻ കണ്ടില്ല. മുത്തിന്റെ സ്വന്തം രഘുചേട്ടൻ നിൽക്കുന്നു. അല്ല, ഇത് ഭയങ്കര മാറ്റമുള്ള കടപ്പുറത്തൊക്കെ ഇപ്പൊ. എന്റെ മനസ്സിലുള്ള കടപ്പുറം അല്ല ഇപ്പോഴും. രഘുവേട്ടന്റെ മനസ്സിലുള്ള കടപ്പുറം എങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമല്ലേ? ഇന്നത്തെ പോലെ ഈ അടിപൊളി സംഭവങ്ങളൊന്നും ഒന്നുമില്ല. അല്ലേ, ഇത് വാട്സാപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത സമയത്തല്ലേ. ഒന്നും ഇല്ലാത്തൊരു സമയത്ത് എങ്ങനെയാണ് ഈ പിന്നെ രഘുവേട്ടൻ മുത്തിനെ വളച്ചെടുത്തത്? അതൊക്കെ ഇപ്പൊ ഉള്ളതുകൊണ്ടായി കുഴപ്പം മുഴുവൻ. ഇപ്പൊ ഇതൊക്കെ ഉള്ളതാണ് കുഴപ്പം. വളക്കിയ അസുഖം അന്നൊക്കെ ആയിരുന്നു. അന്നത്തെ ഒരു പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഇന്നാണ് ഈ വളപ്പ് നടക്കില്ല. ഇന്നാണെങ്കിൽ വള്ളത്തിൽ പോകും മാത്രമേ വള്ളത്തിൽ നടക്കുള്ളൂ. കാരണം ഒരുപാട് ഫേക്ക് ആയിരിക്കും ഇപ്പൊ. മുത്തേ,
കൊറേ കാലത്തിന് ശേഷം കാണുകല്ലേ, അന്ന് വഞ്ചിച്ചിട്ട് പോയ പിന്നെ. രഘുവേട്ടാ, പണ്ട് കടാപ്പുറത്തുകൂടെ അഴകേന്ന് വാടി നടന്ന് ഓർക്കണ്ട? പിന്നെ അതേ അങ്ങനെയാണെങ്കിൽ ആ പാട്ട് ഞങ്ങൾ ഇട്ട് തരട്ടെ. നിങ്ങളൊന്ന് അപ്പ എടാ രഘുവേ, അച്ഛൻ SLC പാസ്സായടാ. ഈ പ്രായത്തിലോ? ആ അച്ചൂട്ടി പാസ്സായി. ഈ പ്രാവശ്യം പരീക്ഷയില് ഫുൾ എ കുറിച്ചടാ. അത് നന്നായി. അതാണ് നീ എന്റെ മുത്തിന് ഇട്ടച്ച പോയില്ലടാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുത്ത ഇങ്ങോട്ട്. നിന്നെ ചതിച്ചിട്ട് പോയതാണ്. അപ്പ ഞാൻ പോണേന് പോട്ടെ കൂടെ. വർഷങ്ങൾക്ക് ശേഷം അവരെ ഒന്നിച്ചിരിക്കണേണ്. അപ്പൊ നമുക്ക് എന്തൊരു പണി ചെയ്താലാ? അവരുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പച്ചച്ച് നിൽക്കുന്ന ആ പാട്ടില്ലേ, ആ പാട്ടൊന്ന് ഇട്ട് കൊടുത്താലാ? ഞാൻ പാടുന്നില്ല മാത്രം. ശരിക്കുള്ള പാട്ട് പഴയെന്നുള്ള അഴുക്കേ എന്നായി അഴുക്ക് നീ എന്നാ പാട്ടിട്ട് കൊടുക്കാം. ഇവര് ലിപ്പിട്ടോട്ടിരുന്ന ആടട്ടെ. പാട്ട് വരട്ടെ. അഴകി എന്താണ് നിന്റെ മനസ്സിലിപ്പോ? മുത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്നത് അല്ല, ഈ അപ്പം കരയുന്ന തുടങ്ങിയിട്ട് ആരും നോക്കുന്നില്ല. അപ്പൻ ഇപ്പോഴാണ് സമാധാനം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സംസാരിക്കണം. അത് കുഴപ്പമില്ല. ഞാൻ അവനെ കണ്ടി കൊള്ളാൻ തോന്നില്ല. ഇപ്പൊ കൊള്ളാൻ തോന്നി. നീയാണടാ മുത്തേ. നീയാണടാ രഘു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ചേട്ടൻ ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഇത്രയും വർഷങ്ങളുടെ ഗ്യാപ്പ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പഴയ രഘുവാണ് ഇവിടെ. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൂടെ അഭിനയിച്ച മുത്ത് വരെ അത് കണ്ടിട്ട് രോമാഞ്ചം. അല്ലെ, അശോകേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് അല്ലേ നമ്മുടെ സ്റ്റേജില്. അപ്പൊ അത് ഇമോഷണൽ ആയി കരഞ്ഞു. നായകനല്ലേ? രസം വെച്ചാൽ അന്നത്തെ കാലത്ത് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സാധനമാണ് അശോകേട്ടന്റെ മുടി. ആ സാധനം ഇത് കണ്ട കറക്റ്റ് ആയിട്ട് ഇപ്പോഴും പിരിച്ചു വെച്ചേക്കുന്നത്. അന്നത്തെ സ്റ്റൈലാണത്. അതെ, എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷം ഹരിശ്രീ അശോകം വരെ നമ്മുടെ രമണനായ സമയത്ത് ആ മുടി അങ്ങനെ പിരിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ. എന്തായാലും ആ ട്രെൻഡിലേക്ക് നമ്മൾ എല്ലാവരും തിരിച്ചെത്തിയ ഒരു കയ്യടിയോടെ. കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുകയല്ലേ, നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ വർത്തമാനം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഇപ്പോഴും തർക്കം ബാക്കി നിൽക്കുന്നത് അച്ചുവിന്റെ കാര്യത്തിലാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അങ്ങാരാണ് ഇപ്പോഴും ദേഷ്യമുണ്ട് കേട്ടാ. അതെന്നാന്ന് ചോദിച്ചാലേ, ഞങ്ങളുടെ ഈ സ്നേഹത്തിന് അങ്ങാരാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്തത്. എന്നെ ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് മറക്കൂല. ഞാനിപ്പോ ഒരു അരയനാണ്, അരയൻ. നല്ല ഒന്നാം തരം അരയനാണ്, അറിയോ? അങ്ങേരോട് പോയി പറഞ്ഞേക്കൂ. എടാ, നീയാനാടാ അരയൻ. ഒരു അര എടുത്തോണ്ട് വാടാ. നമുക്ക് അര എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാടാ. കണ്ടാ ഇത് കണ്ടാ അല്ലേ? അരയെടുത്തോണ്ട് വാടാ. പഴയ രഘുവല്ല കേട്ടാ. നമുക്കെല്ലാം കോംപ്ലിമെന്റ് ആക്കാം. ഇത് കണ്ടാ തുഴ കണ്ടാ? തുഴയാണോ? നമുക്ക് തുഴ പിടിക്കാൻ അറിയാവാടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടാ. അച്ചു ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ തുഴയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് തുഴഞ്ഞു നിൽക്കാണ്ട് തിരിച്ചുപോയി. രഘുവേട്ടാ, കൊറേ കാലത്തിന് ശേഷം മുത്തനെ കണ്ടുമുട്ടിയതല്ലേ, ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടാ? അല്ല, ഇപ്പൊ ഒരുപാട് പറയണമെന്നുണ്ട്.
മുഖത്ത് നാണമൊക്കെ വന്നല്ലോ. അല്ല എല്ലാരും കൂടെ നിൽക്കുമ്പോ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങള് മാറി തന്നിട്ടൊന്നും നിങ്ങൾ പറയാൻ നിക്കണ്ട. നീ പറഞ്ഞോടാ രഘുവേ, നീ പറഞ്ഞോ. ഒരു പണി ചെയ്യാം. നിങ്ങൾ മിണ്ടണ്ട കേട്ടാ. ഇവിടെ ഇരുന്ന് പറഞ്ഞോന്ന് പറ. 10 മിനിറ്റ് പുള്ളിയൊക്കെ പോകും, ഞാനേ കാണുള്ളൂ. കളിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. 10ാം ക്ലാസ് പാസ്സായതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. കുഴപ്പമില്ല, 90 വയസ്സായിട്ടും 10ാം ക്ലാസ് പാസ്സായല്ലോ. അപ്പൊ എന്താണ് മുത്തിനോട് എന്താണ് പറയാനുള്ളത്? അല്ല അത് ഞങ്ങൾ തമ്മിൽ പറയാം. ഞങ്ങൾ കണ്ണടച്ച് നിൽക്കാന്ന്. അത് വേണ്ട, നിങ്ങൾ പോ. എങ്ങനെ പറഞ്ഞു? ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. കോസ്റ്റ്യൂമിന്റെ ആള് ഞങ്ങൾക്ക് തോർത്തൊക്കെ തന്നിട്ടുണ്ട്. LED ഓപ്പൺ ചെയ്യരുത്. അത് നിങ്ങളെല്ലാം നോക്കുന്നത് എങ്ങനെ? പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? എന്ത് പറയാ, ഒരുപാട് കാലമായി കണ്ടിട്ടല്ലേ? പിന്നെ എത്ര വർഷമായി? കടാപ്പുറത്ത് കൂടെ പണ്ട് ആ. എത്ര ഓടി നടന്നു. അതെല്ലാം ഓർമ്മയുണ്ടല്ലേ? പിന്നെ കുറച്ചൊക്കെ. ആ, ഞാനും ഇടയ്ക്ക് എങ്ങനെ ആലോചിക്കാറുണ്ട്. എന്നാ മറന്നുപോയല്ലേ? കൊറേ കാലായി കണ്ടിട്ട് സിനിമ മറന്നു. അതല്ലേ ഞാനിപ്പോ വന്നത്. മുത്ത് കയ്യിന്ന് പോയി. കുറെ കാലം മുമ്പാണല്ലോ സിനിമ ഉണ്ടേ. എന്തായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാന്റസി ഒന്നല്ല, വലയൊക്കെ കെട്ടിയിട്ടിട്ട് അതിന്റെ മേളിലൊക്കെ കിടന്നൊക്കെയായിരുന്നു പ്രേമം. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഉഗ്രം കൈ കൊടുത്തേ. മാത്തു, എന്തായാലും ഇദ്ദേഹത്തിന് ഒരു ഭാഗ്യം കിട്ടിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ഒരുപാട് താരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഡാൻസ് കളിക്കാനെന്നുള്ള ഭാഗ്യം പലർക്കും ഉണ്ടായിട്ടില്ല. പുതിയതാണെങ്കിലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ. അത് കാരണം കൊണ്ട് എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് രഘുവേട്ടനെ അങ്ങോട്ട് വിടാം. അതിനുശേഷം പങ്കായം കൊണ്ട് പോണോ അതോ നേരെ പോണോ? പങ്കായം എടുത്തരാ. മുത്തിന് തരുമോ? എനിക്ക് അത് മുത്തിനെ മതി. എനിക്ക് ശരി, അപ്പൊ നേരെ രഘുവേട്ടൻ അങ്ങോട്ട് പോക്കോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികൾ തുടങ്ങാനുണ്ട്. ശരി ശരി. നമുക്ക് മത്സരം തുടങ്ങാനുള്ള സമയമായില്ലേ? മത്സരം തുടങ്ങാനുള്ള സമയം കഴിഞ്ഞു മാത്തു. അങ്ങനെയാണെങ്കിലേ കടപ്പുറത്തിന്റെ മക്കളാണ്. അപ്പൊ കടപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗെയിം വേണം. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിമിന്റെ നായകൻ നമ്മുടെ രഘുചേട്ടനാണ്. അങ്ങനെയാണെങ്കിൽ രഘുചേട്ടാ, നിങ്ങൾ ആദ്യം നമ്മുടെ തുറയിലേക്ക് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടാപ്പുറത്തുള്ള മത്സരം അങ്ങോട്ട് ആരംഭിക്കാം. വാ. പെടക്കണ മീനാണ്, നല്ല പെടക്കണ മത്തി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ തലയെക്കെട്ട് മുറുക്കിയത് വേറെ കാര്യം കൊണ്ടൊന്നുമല്ല. തലയും അരയും മുറുക്കിയാണ് നമ്മൾ ഇനി മത്സരത്തിന് ഇറങ്ങാൻ പോണത്. അശോകേട്ടൻ റെഡിയാണോ? ഞാൻ എപ്പോഴും റെഡിയാണ്. രഘുവേട്ടൻ റെഡിയാണോ? ഓ റെഡിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങിയാലോ? തുടങ്ങാം. പെടക്കണ മത്തിയാണ് ഇതിന്റെ മത്സരം. എന്താണ് സംഭവം എന്ന് അറിയാവാ? അതായത് രഘുവേട്ടൻ ഓരോ ചാള അങ്ങോട്ടും ഓരോ ചാള ഇങ്ങോട്ടും ഇട്ട് തരും. അത് കറക്റ്റ് ആയിട്ട് പിടിക്കുക എന്നുള്ളതാണ് മത്സരം. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ഇരിക്കുന്ന ആളിന്റെ അപ്പുറം ഇപ്പുറയും നിങ്ങളുടെ ടീമിൽ നിന്ന് ഓരോ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരുടെ കണ്ണ് നമ്മൾ കെട്ടിയിട്ടുണ്ടാവും. ആ ആൾക്കാരുടെ മാത്രല്ല നമ്മൾ രഘുവേട്ടന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും രഘുവേട്ടൻ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തെറിയാം. ആ സാധനമാണ് പിടിക്കേണ്ടത്. പിന്നെ രഘുവേട്ടന് നിങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ എന്നൊരു ഒച്ച കേൾപ്പിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ. അത് മാത്തു കാണിച്ചാ ശരിയാവൂല. അത് കാണിക്കണമെങ്കിൽ ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. നമ്മളെയാണല്ലേ? അതാണ് ശരിക്കുള്ള സൗണ്ട്. അപ്പൊ ഒരു ടീമിൽ നിന്ന് 3 പേരാണ് മൊത്തത്തിൽ ഇറങ്ങേണ്ടത്. കാര്യം മനസ്സിലായില്ല? ഇവിടെ ഇരിക്കാൻ ഒരാൾ വരണം, പുറകിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്താൻ വേണ്ടിട്ട് 2 പേരും വരണം. അതെ, മാത്തു പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? അതെന്താന്ന് വെച്ചാലേ, അത് ഉന്താൻ നിക്കുന്ന ആളെ ആ ടീമല്ല, അതേ എതിർ ടീമാണ്. അത് എതിർ ടീമാണ്. അത് ഞാൻ മറന്നുപോയി കേട്ടാ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങിയാലോ? അശോകേട്ടന്റെ കണ്ണങ്ങോട് മൂടിക്കെട്ട്. ഇനിയിപ്പൊ അവരുടെ ടീമിൽ നിന്ന് ആരാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വരാൻ പോണത് കേട്ടാ. ആ ടീമിൽ നിന്ന് അച്ചുവാണ് വരണത്. അവരുടെ ടീമിൽ നിന്ന് അച്ചു വന്നിരിക്കുന്ന സമയത്ത് എന്താണ് കുഴപ്പമെന്നറിയോ? അപ്പുറത്തുനിന്ന് ആരോഗ്യമുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങോള്. അങ്ങനെയാണെങ്കിൽ ഈ ടീമിൽ നിന്ന് ആരാണ് വരണത്? തള്ളാനല്ല, ഇരിക്കാൻ. ഞാൻ വന്നാ മതിയാ? കൊച്ചേരിക്ക് അങ്ങോട്ട്. അതെ, ഈ മനുഷ്യനെ തള്ളാൻ വേണ്ടിട്ട് ആരോഗ്യമുള്ള 2 പേര് വരണം കേട്ടാ. ഞങ്ങ പോണ്ടേ? എടാ പളനി വാടാ, ഇറങ്ങി വാടാ, പളനി വാ. നല്ല തള്ളു തള്ള.
നമ്മള് മത്സരം തുടങ്ങണേന്. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലാ? പക്ഷെ ഇവര് ഈ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന നോക്കണ്ടേ? ആ സൗണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. ഇനി അപ്പുറത്ത് കേൾപ്പിച്ചേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങിയാലോ? നമ്മള് മത്സരം ആരംഭിക്കാണ്. റെഡിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇവിടെ നോക്ക്. 1 2 3 4 5 6 7 പെടക്കണമത്തി. ഇവിടെ പെടക്കണമത്തി 1 2 3 4 5. കല്ലു, അങ്ങനെയാണെങ്കിൽ ഈ അംഗത്തിൽ വിജയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ നല്ല ഗെയിമായിരുന്നു. നമ്മളിത് കണ്ണ് കാണാൻ പറ്റാത്തോണ്ടേ എന്റെ മൈൻഡിൽ എന്താണെന്ന് അറിയാമോ? എന്റെ ഫ്രണ്ട് ഇട്ട് എല്ലാരും കൂടെ ഒരു പട്ടി എറിഞ്ഞു കൊല്ലുന്ന പോലെയാണ്. എന്തൊരു കൊരയായിരുന്നു നീ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഗെയിമോടുകൂടി നമ്മളൊക്കെ പൂർണ്ണമായും കഥാപാത്രത്തിലേക്ക് എത്തിക്കണം. കാരണം ഇത്രയും നേരം നമ്മൾ കടപ്പുറത്തുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനാറ്റം ഇല്ലായിരുന്നു. അപ്പൊ അതുകൂടെ തന്നു പൂർണ്ണമായി. ഈ മത്സരം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ കൊണ്ട് നിർത്തണ്ട, നമുക്കിത് ഒരു റൗണ്ട് കൂടി പോയാലാ? മത്തി ആവശ്യം പോലെ മത്തിയുള്ള സ്ഥിതിക്ക് നിങ്ങള് പോയിട്ട് വേറെ ടീം വാ. 2 ടീമുകളും റെഡിയായില്ല? 2 ടീമുകളും റെഡിയായി. നമ്മുടെ മീനിയർ മത്സരത്തിന്റെ 2ാമത്തെ റൗണ്ട് തുടങ്ങണേണ്. എനിക്ക് പേടിയില്ല ടീമിന്റെ കാര്യത്തിലാണ്. അതായത് അവിടെ ഇരിക്കുന്ന ഏഞ്ചൽ മോൾ ഉണ്ടല്ലോ, ആ ഏഞ്ചൽ മോള് മിക്കവാറും ആ അപ്പനെടുത്ത് എറിയും. അല്ലല്ല, ഈ ഗെയിം കഴിയുമ്പോ ഏഞ്ചലിന്റെ പേര് മാറ്റി ചെതുമ്പലെന്നാക്കും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് കൗണ്ടർ അടിക്കാനായിട്ടുള്ള സമയമാണല്ലോ. എനിക്കും വരും. എവരി ഡോഗ് ഹാസ് എ ഡേ. ആലപ്പുഴക്കാരിയും വെലസും. മതി ഇനി ആ തരണ ചാളെ അങ്ങോട്ട് പിടിച്ചാൽ മതി. കൂടുതലിരുന്ന് സംസാരിക്കണം. തുടങ്ങിയാലാ? തുടങ്ങിക്കോളും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒച്ച ഒന്ന് കേൾപ്പിച്ച് കൊടുത്താണ് ആദ്യം. ഇനി അപ്പുറത്ത് ഒച്ച വരട്ടെ. കറക്റ്റാണല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗെയിം തുടങ്ങണേണ്. ഓക്കെ. വലത്ത് കുറച്ച് മാറി മാറി എറിഞ്ഞോ, അത്ര. മീനി ചവിട്ടായി അച്ഛൻ, മീനി ചവിട്ടില്ല.
കിട്ടി കൊറേ. ആ. ഇവിടെ വേറൊരു പ്രശ്നം. എന്താ പ്രശ്നം? ട്രാക്കിൽ കൂടെ ഓടിക്കുന്ന ട്രെയിൻ പാളം തെറ്റിച്ചാണ് ഓടിക്കുന്നത്. എന്താണ് കിളിമീനെ നിനക്ക് പ്രശ്നം എന്താണ്? അതെങ്കിലും ജീവിതത്തിൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. അതെ ബൈജു ചേട്ടന്റെ പേര് മാറ്റി ചാളത്തടിന്നാക്കി. ഫുള്ള് ചാള. ഈ സനൂജ് എന്തിനാണ് മീൻ കടിച്ചു പിടിച്ചത് മാത്രമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ജീവിതത്തിൽ ഇന്നേ വരെ മീൻ കൂട്ടാത്ത ഞാൻ മീൻ കഴിക്കാത്ത മീനേറ് കൊണ്ടുവന്ന് സഹിക്കാൻ വയ്യ. പിന്നെ ഞാൻ അപ്പനായതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഒഴിഞ്ഞാലും അപ്പനെ അത് ഏറ്റെടുത്തോളം അറിയാം. ഇവിടെ ഏഞ്ചലിന്റെ കയ്യിൽ എത്ര മീനുണ്ടെന്ന് അറിയാവാ? എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 മീനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കൊട്ടയിലുള്ള മീനിനേക്കാൾ കൂടുതലുണ്ടല്ലോ വരചട മേത്ത് ചെതുമ്പലാണ്. പറയേണ്ട കാര്യമില്ല. നല്ല മാറ്റാണ് അടുത്തേക്ക് പോകുമ്പോ. നിലവിലുള്ള ചാളയുടെ എണ്ണം എന്ന് പറഞ്ഞാല് അവിടെ എത്രയായിരുന്നു? 6. 1 2 3 4 5 6 7 8. വരതയുണ്ടല്ലോ മീൻ പിടിക്കാൻ വേറെ ലെവലാണ്. നമ്മള് തൊറയിലെ മെയിൻ ആയിട്ടുള്ള മീൻപിടുത്തക്കാരിയാ. ഞാൻ വരത്തിയ വന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏഞ്ചല നിന്റെ നാട് എവിടെയാണ്? അത് ആലപ്പുഴ. ആലപ്പുഴക്കാരൻ നാണം കെടുത്താനുണ്ടായ മീൻകാരിയാണ്. അച്ചുട്ടി ജയിച്ചടാ. അച്ചുട്ടി തള്ളി തള്ളി ജയിപ്പിച്ച്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ ജയിച്ചിരിക്കുന്ന ടീം വേറെ ആരുമല്ല, ടീം അമരമാണ്. അമരം. ആദ്യത്തെ കളിയിൽ ജമ്മീൻ ജയിച്ചു, രണ്ടാമത്തെ കളിയിൽ അമരം ജയിച്ചു. അപ്പൊ മത്സരം ടൈയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. രണ്ടും തുല്യ ശക്തികളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചാള കൊടുത്ത് പിരിയാം നമുക്ക്. എന്നാ ചാള കൊടുത്ത് പിരിയാം. വീതിച്ചെടുത്തട്ടാ പോയി രണ്ടുപേരും വിജയിച്ച്. ആദ്യമായിട്ട് രഘുചേട്ടൻ ഈ മീൻ പിടിക്കണ അമരം സിനിമയിലാണ്. അനു മീൻ പിടിച്ചിട്ടുണ്ട്. എവിടെ? ഞങ്ങളുടെ കുളത്തിൽ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. ചൂണ്ടയിടാൻ പുള്ളി മിടുക്കനാണ്. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ചൂണ്ടല്ലേ? അല്ലല്ല, ആ ചൂണ്ടയും കൊണ്ടാണ് അന്ന് സ്രാവിനെ പിടിക്കാൻ പോയത്. അത് കിട്ടാത്തത് അവിടെ നടന്നില്ല. ഇല്ലില്ല. രഘുവേട്ടാ, എന്തായാലും കയ്യിലെ ഗ്ലൗസ് അഴിക്കണ്ടേ? മേത്ത മീൻ മണം മാറ്റണ്ടേ? അയ്യോ, അതിന് നമുക്കൊരു ചെറിയ ബ്രേക്ക് വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ എനിക്ക് ചെറിയൊരു ബ്രേക്ക് ആണ്. കല്ലു, മാത്തുക്കുട്ടി, നിങ്ങൾ മറ്റേ ഈ സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ടുണ്ടാ? സ്കൂബ ഡൈവിംഗ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ടോ? സ്നോർക്കലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇനി നമ്മുടെ മത്സരം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ടാങ്ക് നിങ്ങൾ കടലായിട്ട് സങ്കല്പിക്കണം. കടലിന്റെ അകത്ത് കാണാവുന്ന സർവ്വ സാധനങ്ങളും ഇതിന്റെ പല 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 സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. ഇതിന്ന് പരമാവധി മുത്തും പവിഴവും മത്സ്യങ്ങളും ഒക്കെ വാരിയെടുക്കുന്നവർക്കാണ് സമ്മാനം. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഈ കടൽ കാണുന്ന സമയത്ത് നമ്മുടെ രഘുവേട്ടൻ എന്തെങ്കിലും തോന്നണുണ്ടാവേണ്ടതാണ്. പഴയ മുത്തിന്റെ കൂടെ പോയ പൂഴിമണലൊക്കെ ഓർക്കണുണ്ടാ? ഇപ്പോഴും അത് മനസ്സിൽ തന്നെ ഉണ്ടത്. ഒന്ന് കടലിൽ ഇറങ്ങിയേക്കൊള്ളുന്നൊരു തോന്നലുണ്ട്. ചാരമാണെന്ന് കരുതി ചെകയാൻ നിൽക്കരുത്. ഒരു തരി കനലുണ്ടെങ്കിൽ അങ്ങ് ആളിപ്പടരും. അതുപോലെ ഉള്ളിൽ ഇപ്പോഴും പഴയ രഘു കിടപ്പുണ്ട്. വെറുതെ നിങ്ങൾ ആ മറ്റേ ചങ്ങലക്കിട്ടയുടെ സിംഹത്തിനെ വിളിച്ചുണർത്തരുത്. നമ്മള് മത്സരം തുടങ്ങാൻ പോണെയാണ്. ഏറ്റവും ആദ്യം വരുന്നത് ആരാണ്? മണ്ഡലം ഒറ്റയ്ക്കാണ്. ഒറ്റക്കാണ്. കൂടെ കടലമ്മ വിളിക്കണത് കണ്ടാ? ഇവിടെ ആരാണ് വരണത്? അശ്വതി വാ. ഒരുമിച്ച് ഈ ഇവന്റെ കൂടെ അല്ല, ഇത് പ്രശ്നമാവും കേട്ടാ. ന്യൂസിലേക്ക് വരും അഖിലും അശ്വതി കൂടെ മുങ്ങിയെന്ന്. ന്യൂസിൽ വരും. തുടങ്ങാം. നീ എന്തിനു പോണതാണ്? നീ മുത്തും പവിഴവും തന്നെ വാരാൻ പോണതാണ്. ആണ് നിങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തയായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അവന്റെ മുത്തും പവിഴമൊക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, തിരിച്ചു വരുമ്പോഴും എന്റെ മുത്തും പവിഴമൊക്കെ എന്റെ തന്നെ കാണലേ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങാം. Your time starts now. മാത്തു, ഹലോ ഹലോ ഹലോ, രണ്ടുപേരെ കാണുന്നില്ലല്ലോ മാത്തു. ഹലോ, ഞാൻ പേടിച്ചു പോയി കേട്ടാ. കിട്ടിയാ? ട്രയൽ അത്
വിചാരിച്ചു. നീ ഒരാഴ്ചയുടെ അവസാനം കൂടെ തന്നു കഴിഞ്ഞാൽ അത് അടുത്തിന് ഇതിനകത്തോട്ട് ഇറങ്ങുന്ന ആരെങ്കിലും ഒരു വിക്സ് മുട്ടായി കിട്ടണേ കൊണ്ട് തരണേ. അകത്ത് പോയി പ്ലീസ്. ഈ മിക്സ് മുട്ടായി ട്രഷറിന്റെ കൂടെ ആരും പോകരുത്. നിനക്കൊരു ചാൻസ് വേണോ? ഒരു ചാൻസ് കൂടി വേണോ? ഒരു ചാൻസ് കൂടി വേണോ? നിനക്ക് കൂടുതൽ വാരി എടുക്കാനാണോ? ഇനി അവനെ വാരരുത്. നല്ല അന്തസ്സായിട്ട് വാരിയാ നൈസായിട്ട് ഇവിടെ വന്നിട്ട് ശ്വാസം കിട്ടണില്ലേ? ഞാൻ ഇവിടുന്ന് മുങ്ങിയിട്ട് ഒന്ന് പരതുമ്പം ഈ കടലിന്റെ അടിഭാഗം കാണിക്കുമ്പോ നമ്മൾ മനുഷ്യനിങ്ങനെ സ്രാവ് മുകളിൽ കൂടെ പോകുമല്ലോ, അതുപോലെ എന്റെ മുകളിലൂടെ പാസ് ചെയ്ത് ഇവിടാണ് പോയത്. എന്നിട്ട് ഞാൻ ആ സൈഡിൽ കൂടെ പോയത്. അപവാദം പറഞ്ഞിട്ടുണ്ടാക്കരുത്. നീയാണ് നിന്റെ കാലും നിന്റെ കൈയും കൊണ്ട് എന്റെ കാലൊക്കെ പരത്തി. അതൊക്കെ ഞാൻ വിചാരിച്ച ഷൂസ് ആയിരിക്കും. നീ എന്താ ആഭാസമാണ് കാണിക്കുന്നത്? സംഭവം ചീപ്പായി പോയേട്ടാ. അതെ, നീ തപ്പിയ ഷൂ ആണെങ്കിലും നീ പരിപാടി ഞാൻ നേരത്തെ ചോദിച്ചത് വീട്ടിൽ ചോദിക്കുകയാണ്. ഇത് വെറും ഡയലോഗാണോ ഒരു അതെ ഇതൊരു മത്സരമാണ് മാറിയുന്നത്. നീ അങ്ങാട് നിന്നേ, നീ ഇങ്ങാട് നിന്നേ. മറ്റേ പാട്ടോട് ഇടറേ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. Your time starts now. മുങ്ങിയെടുത്തോ മക്കളെ. മൊത്തം തിരകളൊക്കെ ഉള്ള മാത്തുക്കുട്ടി. സത്യത്തിൽ മീൻ പിടിക്കാൻ തന്നെയാണോ പോയേക്കുന്നത്? വരൂ. അടി കിടക്കണ്ട എടറി. കയ്യിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഷീറ്റ് ഇതിന്റെ ഭാഗമല്ല കേട്ടോ. അവളെ പാവാടയാണ് അവള് ഊരി വെച്ചേക്കുന്നത്. അതെ, ഓക്കെ. എത്ര സാധനങ്ങളുണ്ട്? ഒന്ന് മീൻ മാത്രമേ കൂട്ടുള്ളൂ. നക്ഷത്ര മത്സ്യം 1, 2. പിന്നെ മീൻ പിടിക്കാൻ പോയ മീൻ നക്ഷത്ര മത്സ്യം 3 സാധനങ്ങൾ. 3 എണ്ണം. ഇവിടെ കിട്ടിയിരിക്കുന്ന മീനിന്റെ ആകെയുള്ള എണ്ണം എന്ന് പറയുന്നത് ഒരു ചുവന്ന മീൻ, ഒരു പൂമീൻ. അല്ല, എല്ലാം വേസ്റ്റാ. നീ മൊത്തം വേസ്റ്റ് ആണല്ലോടാ വാരിയത്. നിനക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലായിരുന്നാ? നീ ഇവളും കൂടെ നിക്കണ സമയത്ത് ഒരു പാട്ട് വേണമെന്ന്. അത് ഏത് പാട്ടായിരുന്നു? ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. ശരി, എന്തായാലും ആയിക്കോട്ടെ. പാവം ചെക്കാൻ നോക്കാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നീ റൊമാൻസിലും ഫ്ലോപ്പ് ആയി പോയല്ലോ. ഞാൻ റൊമാൻസ് അല്ല ഉദ്ദേശിച്ചത്, സത്യമായിട്ട് റൊമാൻസ് അല്ല. ഏറ്റവും ആദ്യത്തെ കളിയിലുണ്ടല്ലോ, ഇപ്പൊ ജയിച്ചത് ടീം ചെമ്മീനാണല്ലോ. ടീം ചെമ്മീനാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു അവസരം കൂടി നമുക്ക് ഇവർക്ക് കൊടുക്കണ്ടായോ? കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ടീമിൽ നിന്ന് ആരെ വിളിക്കണം, ആ ടീമിൽ നിന്ന് ആരെ വിളിക്കണം എന്ന് ഞാനിങ്ങനെ നോക്കിയ സമയത്തെ ഞാൻ നോക്കുമ്പോ ഏറ്റവും വിഷാദമുള്ള 2 മുഖങ്ങൾ ഞാൻ കണ്ടു. അതായത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ പരീക്കുട്ടി എപ്പ വന്ന കറുത്തമ്മ ആ പുള്ളിയുടെ കൂടെ പോയി എന്ന് പറയുന്ന വിഷമത്തിലിരിക്കുന്ന ആരാണ്? പളനി. അവസ്ഥയാണ് അവസ്ഥ. പളനി, നമുക്കൊന്ന് മത്സരിക്കണ്ടായോ? പളനിക്ക് വേണ്ടിട്ട് ഞാൻ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ആ തുറയിൽ നിന്ന് വരുന്നത് ആരാണെന്ന് അറിയാവോ? മുത്താണ്, മുത്ത്. ശരി, അവിടെ കയറി നിന്നാ മുത്ത്. വാ. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോണത്. ചെമ്മീന്റെ കാലഘട്ടത്തിലുള്ള പളനിയും അമരത്തിന്റെ കാലഘട്ടത്തിലുള്ള മുത്തും അവര് ഒരേ കടലിലേക്ക് അങ്ങോട്ട് ചാടുകയാണ്. ശരിയാണ് കേട്ടോ. ഇത് വേറെ ലെവലാണ്. പൊളിക്കും. ചരിത്രമാണ്, ചരിത്രം. റെഡിയാണല്ലോ? റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈക്ക് തന്നിട്ട് അവിടെ ചെന്ന് നിൽക്കും. Your time starts now. പളനി ആട്ടോ. എടുത്തോ.
ഏറ്റവും മുന്നില്. ഇനി ആ സാധനങ്ങൾ ഫ്രണ്ടിലേക്ക് കാണിക്ക്. അതില്ല, വാട്ടർ ബോട്ടിൽ ഇല്ല. 2 മീനാണ് കിട്ടിയത്. ഒരു കാര്യം കയ്യിൽ വെച്ചോ, കയ്യിൽ വെച്ചോ. ആരെങ്കിലും വിക്സ് മുട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്ലു അവിടെ മുങ്ങിയിട്ട് 2 മീനും ഒരു വാട്ടർ ബോട്ടിലാണ് കിട്ടിയത്. അല്ല, അതിനിടയിൽ പളനിയുടെ കാല് കിട്ടി. ആ, പളനിയുടെ കാല് പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായില്ലോ, അതെന്തായിരുന്നു സംഭവം? ഞാൻ വിചാരിച്ചു വലിയതും വേറെ കുടുങ്ങിയെന്ന്. വലിയത് വരെ ഇത് പക്ഷേ നമ്മൾ കണക്കിൽ കൂട്ടില്ല. പക്ഷേ ഈ 3 മീനുകൾ നമ്മൾ കണക്കിൽ കൂട്ടും. അതെ. അപ്പൊ പളനിയുടെ കയ്യിലുള്ളത് 3 മീനുകളാണ്, മുത്തിന്റെ കയ്യിലുള്ളത് 2 മീനുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിൽ ആരാ വിജയിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഇനി വേറെ ചർച്ച വേണ്ടല്ല. ഇല്ല. 2 മീൻ പിടിച്ച ആള് തോറ്റ്. വിജയിച്ചത് ആരാണ്? പളനി. ചെമ്മീനാണ്, ചെമ്മീൻ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി ഒരു പാട്ടെങ്കിലും തന്നുകൂടെ? സത്യത്തിലേ പളനി അത് പ്രതീക്ഷിച്ച് മാത്രമാണ് വന്നത്. മത്സരത്തിൽ വിജയിക്കുക പരാജയപ്പെടുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്ന സമയത്തുണ്ടല്ലോ എനിക്കും കടലിലേക്കൊന്ന് ഇറങ്ങാനായിട്ട് തോന്നണുണ്ട്. എനിക്കും തോന്നണുണ്ട്. പക്ഷെ അത് നാട്ടുകാരെ കാണിക്കാനായിട്ട് എനിക്ക് ആഗ്രഹവും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പൊ ഒരു ബ്രേക്കാണ് കേട്ടാ. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഒരു ചെറിയ ബ്രേക്ക്. എന്നാ ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. എല്ലാവരും തകർത്തു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ എല്ലാവരുടെയും മുഖം നോക്കിയാൽ സന്തോഷമുണ്ട്. നമ്മുടെ കറുത്തമ്മയുടെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും ഇല്ല. അതെന്താണ് കറുത്തമ്മ? അതെന്താണ്? എന്താ കറുത്തമ്മ, തുറന്നു പറയൂ. എന്റെ കൊച്ചു മുതലാളി, എത്ര രൂപയാകുമെന്നറിയില്ല. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. പുത്തൻ വലയും വെള്ളവും വാങ്ങാനാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. നിനക്ക് വേണ്ടി കോടികൾ മുടക്കാൻ വരെ ഞാൻ റെഡിയാണ്. വേണ്ട കൊച്ചു മുതലാളി, പിന്നെ എന്റെ മാസ്കിന്റെ കമ്പി ഒടിഞ്ഞു പോയി. ഇത് നമുക്കൊരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് വെൽഡ് ചെയ്ത പോരെ കറുത്തമ്മ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കറുത്തമ്മക്ക് കോടികൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ. ഈ മീൻ പിടിച്ചു കഴിഞ്ഞാലൊന്നും കോടികൾ കിട്ടൂല എന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങളുടെ കയ്യിലുള്ള കാശാണെങ്കിൽ പണ്ട് പോണത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കാശ് ഉണ്ടാക്കിയത്? കടലിങ്ങനെ നീണ്ടു തോർന്ന് കിടക്കല്ലേ, ഞാൻ കടലിൽ ചാടും, വലിയ മുട്ടക്കാട്ടി തിമിംഗലത്തെ പൊക്കും, അതിന്റെ ഛർദില് വിറ്റ് ഇപ്പൊ കോടീശ്വരനായി. അപ്പൊ എങ്ങനെയാണ് ഈ തിമിംഗലത്തിനെ പിടിക്കുന്ന പരിപാടി? കടലിൽ മുങ്ങും, തിമിംഗലത്തെ പൊക്കും, അതിനൊരു വഞ്ചിയിൽ വലിച്ചു കയറ്റും, നല്ല കട്ട റം ഒരു 5 ലിറ്റർ അതിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കും. രാവിലെ മുതൽ തിമിംഗലം ഛർദിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം 5-5:30 ആകുമ്പോഴേക്കും ഒരു വഞ്ചി ഛർദിലായിട്ട് ഞാൻ കരക്കങ്ങ് കയറും. ഇത്ര കിലോ തന്നെ വേണമെന്നുള്ളത് നിർബന്ധമുണ്ടോ? 5 കിലോ കൊടുത്താൽ, കൃത്യമായി കൊടുത്താലേ ഈ വില കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ 4.5 കിലോ ആണ് നമുക്ക് കിട്ടിയത് ഛർദി. അപ്പൊ ഈ ബാക്കി എന്ത് ചെയ്യും? അപ്പൊ ബാക്കി എന്താ ചെയ്യണേന്ന് വെച്ചാൽ അതൊരു ട്രിക്കാണ്. ഈ തിമിംഗലത്തിന് ഒഴിച്ചു കൊടുത്ത 5 ലിറ്ററിന്റെ കുറച്ച് അവിടെ ഇരിപ്പുണ്ടാവും. അതെടുത്ത് ഞാൻ എടുത്തിട്ട് 1/2 കിലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കും. അപ്പൊ ഇതവര് കണ്ടുപിടിക്കൂലേ? എത്രയോ ഛർദിൽ കേസ് ഒതുക്കി തീർത്തവനാന്നറിയോ ഈ ഞാൻ? അല്ലേ കറുത്തമ്മ? അതെ കൊച്ചു മുതലാളി. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ കൊച്ചു മുതലാളി പോയിട്ട് തിമിംഗലത്തിനെ പിടിച്ച് അതിന്റെ വായിലേക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് പോയിട്ട് തിമിംഗലത്തെ നേരപാടിന് മരക്കൊരു ഡയലോഗ്. ഞാൻ തിമിംഗലത്തെ പിടിക്കുന്ന സംശയം, ഈ കടലിൽ ചാടി ഈ പരീക്കുട്ടി തിമിംഗലത്തെ പിടിക്കണ കാണണോ നിങ്ങൾക്ക്? കാണണം. കൊച്ചു മുതലാളി, കരുത്തമ്മ നീ കടാപ്പുറത്ത് നോക്കിയിരുന്നു, ഞാൻ പോയി തിമിംഗലത്തെ പിടിച്ചോണ്ട് വരാം. ശരി കൊച്ചു മുതലാളി. നന്നായി പ്രാർത്ഥിച്ചോ. കൊച്ചു മുതലാളി. അയ്യോ, കാണാനില്ല. ഓ
എന്തോ ഒരു ശാന്തി കിട്ടി. ഇതല്ലേ തിമിംഗലം? വല്യമാത്തു, നിങ്ങൾ ഏതെങ്കിലും ബിവറേജിൽ പോയി റമ്മ് വാങ്ങി കുടിപ്പിച്ച് ഇതിനെ കൊണ്ട് ഛർദിപ്പിച്ച് കോടീശ്വരന്മാരായിക്കോ. ഓക്കെ, അപ്പൊ കൊച്ചു മുതലാളിയോ? ഇതിനേക്കായി മുട്ടക്കട്ടി വേറെ ഉണ്ട്, അതിനെ ഞാൻ പിടിച്ചോളാം. ആണോ? കണ്ടാടാ, വാടാ ഇങ്ങോട്ട്. മുതലാളി, കൊച്ചു മുതലാളി, മുതലാളി കിട്ടി. കിട്ടി. അയ്യോ കൊച്ചു മുതലാളി, മുതലാളി, മുതലാളി കൊച്ചു മുതലാളി, കൊച്ചു മുതലാളി. പോയി കോസ്റ്റ് ഗാർഡിനെ വിളിക്കേ. പോസ്റ്റ് കാർഡ് നയിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ. പോസ്റ്റ് ഗാർഡ് അല്ല, കോസ്റ്റ് ഗാർഡ്. പോസ്റ്റ് കാർഡ് വിളിക്ക്. മുതലാളി. സാറേ ഒന്ന് കടപ്പുറത്തേക്ക് വരണം കേട്ടാ. ഞങ്ങളെ കൂട്ടത്തിലുള്ള കൊച്ചു മുതലാളി കടലിൽ പോയി മുതല കൊണ്ടുപോയി. മുതല ഓ നീല അയ്യോ, ഷർട്ട് കണ്ടോ? കൊച്ചു മുതലാളി. പെട്ടെന്ന് വരണം. കറുത്തമ്മ, കറുത്തമ്മ. അയ്യോ, എന്റെ രാവിലത്തെ